بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه إلى يوم الدين أما بعد ബഹുമാന്യരായ സഹോദരന്മാർ, പരിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആൻ പാരായണത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ് അഹ്കാമുൻ നൂനി സാക്കിന വ തൻവീൻ. സുക്കൂൻ നൽകപ്പെട്ട നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ. രണ്ടിനും ഒരേ ശബ്ദമാണ് എന്നതുകൊണ്ട് തന്നെ രണ്ടിനെയും ഒരുമിച്ച് ബാധിക്കുന്ന നിയമങ്ങളാണ്. അതിൽ ആദ്യത്തേതായ ഇദ്ഹാർ, ഹൽക്കി, ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അൽ ഇദ്ഗാം എന്ന ഹുക്മിനെ കുറിച്ചാണ്. ഇദ്ഹാറിൻ്റെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കി. ഇദ്ഹാർ ചെയ്യപ്പെടേണ്ടത് സാക്കിനത്തായ നൂനിനെയും തൻവീനിനെയും വെളിവാക്കി ഉച്ചരിക്കുക, അല്പം പോലും മണിക്കാതെ വ്യക്തമാക്കുക. ഇതാണ് ഇദ്ഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 6 ഹർഫുകളുടെ മുമ്പിലാണ്. ഹുറൂഫുൽ ഹൽഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന അക്ഷരങ്ങൾക്ക് തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂനോ തൻവീനോ വരുമ്പോഴാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. എന്താണ് അവിടെ ഇദ്ഹാർ, എന്താണ് ഇവിടെ ഇദ്ഗാം, എന്താണ് വേറെ സന്ദർഭത്തിൽ ഇഖ്ലാബ്, ശേഷിക്കുന്ന ബാക്കി 15 അക്ഷരങ്ങളിൽ ഇഖ്ഫാ, ഇങ്ങനെയൊക്കെ വേർതിരിക്കേണ്ട ആവശ്യം എന്ത്? ഇദ്ഹാറിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. സാക്കിനത്തായ നൂൻ, അതിൻ്റെ ശബ്ദം നാവിൽ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. ലിസാനിയായ നാവിൽ നിന്നും ഉത്ഭവിക്കുന്ന ഹർഫാണ് നൂൻ. എന്നാൽ ഹൽക്കിൻ്റെ അക്ഷരങ്ങളാകട്ടെ, അവ മഖ്റജിൽ വളരെയധികം ദൂരം ഉള്ളതായ, തബാഉദ് ഉള്ളതായ ഹൽക്കിൽ നിന്നാണ്. നൂനും ഹൽക്കിൻ്റെ അക്ഷരങ്ങളും പരസ്പരം വളരെയധികം തബാഉദ് പുലർത്തുന്നു. മുത്തബാഇദത്താണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ ഭാഗമാണ്. ഇനി നമ്മൾ ഇദ്ഗാമിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അൽ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഇദ്ഖാലു ശൈഇ ഫി ശൈ, ഒന്നിനെ മറ്റൊന്നിലേക്ക് പ്രവേശിപ്പിക്കുക. അങ്ങനെ ആ ഒരു പ്രക്രിയക്കാണ് ഭാഷയിൽ ഇദ്ഗാം എന്ന് പറയാം. ഭാഷാർത്ഥമാണ്. എന്നാൽ ഇസ്തിലാഹൻ, അതിൻ്റെ സാങ്കേതിക അർത്ഥം എന്താണ്? ഇദ്ഖാലു ഹർഫിൻ സാക്കിനിൻ ഫി ഹർഫിൻ മുതഹർരിക്കിൻ, സുക്കൂൻ നൽകപ്പെട്ട അക്ഷരത്തെ ഹറക്കത്ത് നൽകപ്പെട്ട അക്ഷരത്തിൽ പ്രവേശിപ്പിക്കുക. ബിഹൈസു യസീറാനി ഹർഫൻ വാഹിദൻ മുഷദ്ദദ, അങ്ങനെ അവ രണ്ടും ശബ്ദ നൽകപ്പെട്ട മുഷദ്ദദായ ഒറ്റ അക്ഷരമായി മാറുക. ഇതാണ് ഇദ്ഗാമിൻ്റെ സാങ്കേതികമായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഇവിടെ സുക്കൂൻ നൽകപ്പെട്ട സാക്കിനാക്ഷരത്തെ മുതഹർരിക്കിലേക്ക് പ്രവേശിപ്പിക്കുക എന്നത് ഭാഷയിൽ പൊതുവെ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. അതാണ് ഇദ്ഗാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ഹറക്കത്തുള്ള 2 അക്ഷരങ്ങളെയും ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കപ്പെടുന്ന സന്ദർഭമുണ്ടാകും. പ്രത്യേകിച്ചും നമ്മുടേതല്ലാത്ത മറ്റ് റിവായത്തുകളിലൊക്കെ, റിവായത്ത് ഹഫ്സിൽ അത് കൂടുതലില്ല, മറ്റ് റിവായത്തുകളിലാണുള്ളത്. ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് സുക്കൂനുള്ള നൂനിനെയും സാക്കിനത്തായ നൂനിനെയും തൻവീനിനെയും ഇദ്ഗാം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് അറിയാനുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റേ ഇദ്ഗാമിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നില്ല. വേറെ ഒരുപാട് ഇദ്ഗാമുകളുണ്ട്. ഇവിടെ സാക്കിനത്തായ നൂനിനെയും തൻവീനിനെയും ഇദ്ഗാം ചെയ്യേണ്ടത് എവിടെയാണ്, ഏതക്ഷരങ്ങൾക്ക് മുമ്പിലാണ്? ആ അക്ഷരങ്ങളാകട്ടെ 6 എണ്ണമാണ്. യർമലൂന എന്ന പദത്തിൽ അടങ്ങിയിട്ടുള്ള 6 അക്ഷരങ്ങൾ.
യാ, റാ, മീം, ലാം, വാവ്, നൂൻ. യർമലൂന. യാ, റാ, മീം, ലാം, വാവ്, നൂൻ. ഇത് നമ്മൾ മനഃപ്പാഠമാക്കി വെക്കുക. ഈ പദം യർമലൂന എന്ന പദത്തിലടങ്ങിയ 6 ഹർഫുകളിൽ ഏതെങ്കിലും ഒരക്ഷരത്തിന് തൊട്ടു മുമ്പിൽ സാക്കിനത്തായ നൂനോ തൻവീനോ വന്നാൽ അവിടെ ഇദ്ഗാം ചെയ്യുകയാണ് വേണ്ടത്. എങ്ങനെ? അതിൻ്റെ ഉദാഹരണങ്ങൾ, മറ്റു വിശദാംശങ്ങൾ അത് പറയാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായി പ്രാഥമികമായി ഓർത്തു വെക്കുക. ഇനി അഖ്സാമുഹു, ഈ ഇദ്ഗാമിൻ്റെ ഇനങ്ങളാണ്. അത് 2 എണ്ണമാണ്, 2 ഇനങ്ങളാണ്. യൻഖസിമുൽ ഇദ്ഗാം ഇലാ ഖിസ്മൈൻ. ഒന്ന് ഇദ്ഗാം ബിഗുന്ന, 2 ഇദ്ഗാം ബിഗൈരി ഗുന്ന. അമൽ ഇദ്ഗാം ബിഗുന്ന ഫലഹു 4 അഹ്റുഫി മജ്മൂഅത്തിൻ ഫീ കലിമ യൻമു. 4 അഹ്റുഫി മജ്മൂഅത്തിൻ ഫീ കലിമത്തി യൻമു. യൻമു എന്ന പദത്തിൽ ഒരുമിച്ച് കൂടിയതായ 4 അക്ഷരങ്ങൾ. ഇതാണ് ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ. അഥവാ യ, നൂൻ, മീം, വാവ്. യൻമു. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരങ്ങൾ യൻമു. ഈ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ തൊട്ട് മുമ്പിൽ സാക്കിനത്തായ നൂനോ തൻവീനോ വരുമ്പോഴാണ് ഇദ്ഗാം ചെയ്ത് മണിക്കേണ്ടത്. മണിച്ചുകൊണ്ട് ഇദ്ഗാം ചെയ്യും. ബിശർത്തി അൻ തകൂന النون في آخر الكلمة الأولى وحرف الإدغام في أول الكلمة التالية. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇങ്ങനെ ഒരു ഷർത്ത് അതിനുണ്ട്. ഇദ്ഗാമിന് ഇങ്ങനെ ഒരു ഷർത്തുണ്ടെന്നർത്ഥം. എന്താണത്? സാക്കിനത്തായ നൂൻ ഒരു പദത്തിൻ്റെ അന്ത്യത്തിലും, ഇദ്ഗാമിൻ്റെ ഹർഫ് നമ്മൾ പറഞ്ഞു യർമലൂന, ഈ അക്ഷരം അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലുമായിരിക്കണം എന്ന ഷർത്ത്. ഈ ഷർത്ത് ഇൽഹാർ പറഞ്ഞപ്പോൾ ഇല്ലാത്തതാണ്, ശേഷം വരുന്ന മറ്റ് നിയമങ്ങൾക്കും ഇല്ലാത്തതാണ്. ഇദ്ഗാമിന് മാത്രമുള്ളതായ ഒരു ഷർത്താണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സാക്കിനത്തായ നൂൻ പദത്തിൻ്റെ അന്ത്യത്തിലായിരിക്കണം. ഇദ്ഗാമിൻ്റെ ഹർഫ് അടുത്ത പദത്തിൻ്റെ ആദ്യത്തിലേതുമാവണം. തൻവീൻ പിന്നെ പദത്തിൻ്റെ അന്ത്യത്തിലല്ലാതെ ഉണ്ടാവുകയില്ല. അത് പ്രത്യേകം പറയേണ്ടതില്ല. أو بعد التنوين لا ولا يكون إلا من كلمة أو بعد نون ملحقة بالتنوين. തൻവീന് ശേഷം എന്ന് പറയുമ്പോൾ അത് ഒരു പദത്തിൻ്റെ അന്ത്യത്തിലേ ഉള്ളൂ, 2 പദങ്ങളിലായിട്ടേ വരുള്ളൂ എന്നത് പ്രത്യേകം പറയേണ്ടത്. അതോടൊപ്പം തൻവീനിലേക്ക് മുൽഹഖത്തായ ഒരു നൂനുണ്ട്. അതാകട്ടെ തൻവീൻ പോലെ എഴുതപ്പെടുന്നതാണ്. അത് സൂറത്ത് യൂസുഫ് 32-ലാണ്. വലയകൂനം മിനസ്സാഗിരീൻ ലയുസ്ജനന്ന വലയകൂനം മിനസ്സാഗിരീൻ. അവിടെ എന്താ സംഭവം? അവിടെ വലയകൂനൻ എന്ന് തൻവീൻ പോലെ എഴുതിയതായി നമുക്ക് കാണാം. പക്ഷേ തൻവീനാണോ അത്? അല്ല, അത് നൂനു തഅക്കീദ് അൽ ഖഫീഫ ഔ നൂൻ തൗക്കീദ്. തൗക്കീദ് 2 പറയും. തഅക്കീദിൻ്റെ നൂനാണ്, ഖഫീഫത്തായ തഅക്കീദിൻ്റെ നൂൻ. അതിനെ തൻവീൻ പോലെ എഴുതുന്നു. കാരണം ഉച്ചാരണം അങ്ങനെയാണ് റസ്മ് വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ എഴുതപ്പെടുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇന്നലെ റസ്മിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഖുർആനിൽ അങ്ങനെയാണ് എഴുതുന്നത്. നസ്ഫഅൻ ബിന്നാസി എന്ന സൂറത്തിൽ അലഖിലുമുണ്ട്, പക്ഷെ അവിടെ ഇദ്ഗാമില്ല. അതുകൊണ്ട് ഇദ്ഗാമുള്ള ഈ സൂറത്ത് യൂസുഫിലെ 32 മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. ഇതും തൻവീനിലേക്ക് മുൽഹഖത്തായിട്ടുള്ളതാണ്. ഇതിൻ്റെ അസ്ല് തൻവീനല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെയൊക്കെ വജബൽ ഇദ്ഗാമു മഅൽ ഗുന്ന, നാം പറഞ്ഞതനുസരിച്ച് സാക്കിനത്തായ നൂനിന് ശേഷം യൻമൂവിലെ ഏതെങ്കിലും ഒരക്ഷരം വരിക, അല്ലെങ്കിൽ തൻവീനിന് ശേഷം യൻമൂവിലെ ഒരക്ഷരം വരിക. ഇവിടെയൊക്കെ എന്താണ്? വജബൽ ഇദ്ഗാമു മഅൽ ഗുന്ന, മണിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യൽ നിർബന്ധമാണ്. ഇല്ലാ ഫീ മൗദിഅൈനി, 2 സ്ഥാനങ്ങളിലൊഴികെ. വഹുമ, അവ രണ്ടുമേതാ?
യാസീൻ വൽ ഖുർആൻ എന്ന സൂറത്ത് യാസീൻ്റെ 1ഉം 2ഉം ആയത്തുകൾ നിങ്ങൾ ചേർത്തോതുകയാണെങ്കിൽ അവിടെ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന് ഓതുക. അവിടെ മണിച്ചുകൊണ്ട് യാസീൻ എന്ന് പറയരുത്. രണ്ടാമത്തേത് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ, അത് ഒറ്റ ആയത്ത് തന്നെയാണ്. സൂറത്തുൽ ഖലമിലെ ആദ്യത്തെ ആയത്ത് തന്നെ, ഒരായത്ത് തന്നെ. അവിടെ നിർത്താണ്ട് ഓതുമ്പോഴും നൂനിനെ ഇൽഹാർ ചെയ്യണം. ഫൽ ഹുക്മു ഫീഹിമ അൽ ഇൽഹാറു അലാ ഖിലാഫിൽ ഖാഇദ, ഇപ്പം നമ്മൾ പറഞ്ഞു വച്ചിട്ടുള്ള ഈ അടിസ്ഥാന നിയമത്തിനെതിരായിക്കൊണ്ട് അവിടെ ഇൽഹാർ ചെയ്യണം. മുറാഅത്തൻ ലിറിവായ അൻ ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ്. ഫന്നൂനു ഫീഹിമ മുൽഹഖത്തുൻ ബിൽ ഇൽഹാറിൽ മുത്ലഖ് അൽ ആതി ദിക്റു, താഴെ പറയാൻ പോകുന്ന ഇൽഹാർ മുത്ലഖിലേക്ക് ചേർക്കപ്പെടുന്ന നൂനാണ് ഇവ രണ്ടിലുമുള്ളത്. യാസീൻ എന്നുള്ള ആ നൂന്, സാക്കിനത്തായ നൂൻ, അതുപോലെ നൂൻ എന്ന് ഉച്ചരിക്കുന്ന ആ സാക്കിനത്തായ നൂൻ, ഇവ രണ്ടും ഇൽഹാർ മുത്ലഖാണ്, അല്ലെങ്കിൽ മുത്ലഖിലേക്ക് ചേർക്കപ്പെടുന്നതാണ്. ഇവിടെ മണിക്കാതെ വെളിവാക്കണം എന്നർത്ഥം ചേർത്തോതുമ്പോൾ. أما إذا وقع حرف الإدغام بعد النون الساكنة في كلمة واحدة, ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. നമ്മൾ പറഞ്ഞത് ഇദ്ഗാം സംഭവിക്കണമെങ്കിൽ 2 പദങ്ങളിൽ വേറിട്ട് വരണം എന്നാണ്. എന്നാൽ ഒറ്റ പദത്തിലായി സാക്കിനത്തായ നൂൻ ശേഷം ഇദ്ഗാമിൻ്റെ ഹർഫും വന്നു കഴിഞ്ഞാൽ വജബ അൽ ഇൽഹാർ, അവിടെ വെളിവാക്കി ഓതൽ, ഇൽഹാർ ചെയ്യൽ നിർബന്ധമാണ്. യുസമ്മ ഇൽഹാറൻ മുത്ലഖ, ആ ഇൽഹാറിൻ്റെ പേരാണ് ഇൽഹാർ മുത്ലഖ്. ലിഅദമി തഖ്യീദിഹി ബിഹൽഖിയ്യിൻ ഔ ശഫവിയ്യിൻ ഔ ഖമരിയ്യിൻ, ആ ഇൽഹാർ ഹൽഖിയല്ല, ശഫവിയല്ല, ഖമരിയല്ല, ഈ ബന്ധങ്ങൾ, നിബന്ധനകൾ ഒന്നും അതിൽ ബാധകമാവാത്തതുകൊണ്ട് ആ ഇൽഹാറിന് ഇൽഹാർ മുത്ലഖ് എന്ന് പറയുന്നു. വലാ യകൂനു, ഇതില്ല തന്നെ, ഇങ്ങനെ സംഭവമില്ല. ഇല്ല ഇൻദൽ യാഇ വൽ വാവ്, യൻമു എന്ന് പറഞ്ഞ എല്ലാ അക്ഷരത്തിലും ഇല്ല, അല്ലെങ്കിൽ യർമലൂനയിലുമില്ല. ആകെ യാഇൻ്റെയും വാവിൻ്റെയും തൊട്ട് മുമ്പിലെ ഇങ്ങനെ ഒറ്റ പദത്തിലായി സാക്കിനത്തായ നൂന് വന്നിട്ടുള്ളൂ. വലം യഖഅ ഫിൽ ഖുർആൻ, യായിലും വാവിലുമല്ലാതെ മറ്റക്ഷരങ്ങളിൽ, അതായത് നൂനിലും മീമിലും ഒന്നും ഖുർആനിൽ വന്നിട്ടില്ല എന്നർത്ഥം. ഇല്ല ഫി 4 മവാദിഅ, ഈ യാഇൻ്റെയും വാവിൻ്റെയും മുമ്പിൽ സാക്കിനത്തായ നൂൻ ഒറ്റപ്പദത്തിൽ വന്നതാകട്ടെ അത് 4 പദങ്ങളിൽ മാത്രമാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന് അദ്ദുന്യ, പല ആയത്തുകളിൽ ആവർത്തിച്ചു വന്നൊരു പദമാണ് അദ്ദുന്യ. ഇവിടെ അദ്ദുന്യ എന്ന് ഇദ്ഗാം ചെയ്യാൻ പാടില്ല, മറിച്ച് ഇൽഹാർ ചെയ്യണം, ഇൽഹാർ മുത്ലഖ്. രണ്ടാമത്തേത് സൂറത്തു സഫ് 4-ാമത്തെ വചനത്തിൽ നാം കാണുന്ന ബുന്യാൻ, ബുന്യാൻ. മൂന്നാമത്തേത് സൂറത്തു റഅദ് 4-ലുള്ള സിൻവാൻ. 4-ാമത്തേത് സൂറത്തുൽ അൻആം 99-ൽ ഖിൻവാൻ. وسبب ظهور النون عندهما لئلا تلتبس بالمضاعف ولو ادغمت, അതൊറ്റ മുദാഅഫായ പദമാണോ എന്ന രൂപത്തിൽ സംശയിക്കപ്പെടാതിരിക്കുവാനും അർത്ഥത്തിൽ വ്യക്തത വരുവാനും വകദൽ മുഹാഫള അലാ വുദൂഹിൽ മഅന, അർത്ഥം ക്ലിയറായി വ്യക്തമായി നിലനിൽക്കുവാനും വേണ്ടിയാണ് അവിടെ ഇൽഹാർ ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ഇദ്ഗാം ചെയ്താൽ ഈ കാര്യങ്ങൾ സാധ്യമാവുകയില്ല എന്നതുകൊണ്ട് അവിടെ ഇൽഹാർ ചെയ്യുകയാണ് വേണ്ടത്. ഇതാണ് ഈ ഇൽഹാർ മുത്ലഖിൻ്റെ കാര്യം. ദുന്യ, ബുനിയാൻ, സിൻവാൻ, ഖിൻവാൻ എന്നീ 4 പദങ്ങളിൽ ഈ കാര്യങ്ങളാണ് ഇദ്ഗാമുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. നമുക്ക് ഉദാഹരണങ്ങൾ പറയാം. ഇദ്ഗാം ബിഗുന്ന വന്ന ഉദാഹരണങ്ങൾ. യാഇന് തൊട്ട് മുമ്പിൽ സാക്കിനത്തായ നൂൻ വന്നതാണ്. വമൻ യുതിഇല്ലാഹ് എന്ന് പറയുക. തൻവീൻ്റെ ഉദാഹരണം
വുജൂഹു യൗമഇദ്. സാക്കിനത്തായ നൂനിന് മുമ്പിൽ വന്നത് ലൻ നദ്ഖുലഹാ അബദ. തൻവീൻ്റെ ശേഷം അല്ലെങ്കിൽ നൂനിന് മുമ്പിൽ തൻവീൻ വന്നത് അംശാജിൻ നബ്തലി. മീമിന് മുമ്പിൽ സാക്കിനത്തായ നൂൻ വന്നതാണ് മിമ്മാഇൻ ദാഫിഖ്. തൻവീൻ വന്ന ഉദാഹരണമാണ് യത്ലൂ സുഹുഫൻ മുطഹറ. വാവിന് മുമ്പിൽ വന്നത് സാക്കിനത്തായ നൂൻ മിൻ വാൽ. തൻവീൻ വവാലിദിൻ വമാ വലദ്. അപ്പോൾ ഈ നാലക്ഷരങ്ങൾ യൻമു എന്ന നാലക്ഷരങ്ങളുടെ മുമ്പിലാണ് ഇദ്ഗാം ബിഗുന്ന ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇദ്ഗാം ബിഗൈരി ഗുന്നയെക്കുറിച്ചാണ് പറയാനുള്ളത്. അതുപോലെ ഇദ്ഗാമിനെ വീണ്ടും കാമിലെന്നും നാക്കിസെന്നും വേർതിരിക്കുന്ന കാര്യവും നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. ഈ കാര്യങ്ങൾ വിശദമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം ബിഇദ്നില്ലാഹി തആല. ബാറക്കല്ലാഹു ഫീക്കും വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.